അളിയ അപ്പൊ പബ്ബിൽ പോയ രണ്ടെണ്ണം അടിക്കല്ലേ? എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ച മെസ്സേജാണ്. അത് നടക്കത്തില്ല. 95% മാത്രമേ എത്തനോൾ ഉള്ളൂ, ബാക്കി 5% പെട്രോൾ ആണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് പെട്രോൾ യൂസ് ചെയ്താൽ മാത്രമേ എത്തനോളിന്റെ ഫ്ലെയിമിന് കളർ ഇട്ടുള്ളൂ. ഇൻ കേസ് ഓഫ് ലീക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ബേണിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടി കത്തുകയാണെന്നുണ്ടെങ്കിൽ കളറില്ലാതെ എത്തനോൾ കത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതേസമയം പെട്രോളും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിമിന് കളർ വരും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതാരും കൺസ്യൂം ചെയ്യരുത്, അതായത് മദ്യമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നോർമലി ചെയ്യുന്നത് മെത്തനോൾ ആഡ് ചെയ്യുക എന്നൊരു സംഭവമാണ്. അതായത് കൺസ്യൂമബിൾ എത്തനോളിൽ നിന്ന് ബാക്കിയുള്ള എത്തനോളുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മെത്തനോളിന്റെ കണ്ടന്റ് ആഡ് ചെയ്യുക. ഫ്യൂൽ ആയതുകൊണ്ട് പെട്രോളിന്റെ കണ്ടന്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഈ മെത്തനോൾ കണ്ടന്റ് ആഡ് ചെയ്ത് എത്തനോൾ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കുമ്പോഴാണ് മദ്യ ദുരന്തം പോലുള്ള കണ്ണടിച്ചു പോകുന്ന പരിപാടിയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എത്തനോളിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ബേൺ ആവുന്ന ഒരു ഫ്യൂലാണ്. സോ അതിനകത്ത് നിന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയിട്ടുള്ള ഗ്യാസസിന്റെ എമിഷൻ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ വേപ്പറൈസേഷൻ പെട്രോളിനെ കാലം താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ടാങ്കിൽ നിന്നുള്ള വേപ്പറൈസേഷൻ ആ ഒരു പൊല്യൂഷനും കുറഞ്ഞിരിക്കും. പക്ഷേ എത്തനോളിന് മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി കൂടുതലാണ്. അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കുകയും ടാങ്ക് ഫ്യൂൽ ലൈനിങ് മറ്റുള്ള പൈപ്പുകളല്ല അല്ലെങ്കിൽ തുരുമ്പെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ റബ്ബർ സീലിംഗ് ഹോസസും കാര്യങ്ങളും എല്ലാം ദ്രവിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ലാതെ എഞ്ചിനകത്ത് വരുന്നൊരു പ്രശ്നമുണ്ട്. നോർമലി 1 kg പെട്രോൾ ബേൺ ആകുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 42 മെഗാജൂൾസ് ആണ്. എന്നാൽ എത്തനോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 27 മെഗാജൂൾസ് മാത്രമാണ്. ഏകദേശം ഇരട്ടിയിൽ അടുപ്പിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതായത് നോർമൽ പെട്രോൾ 1 ലിറ്റർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് E20 പെട്രോൾ 1.2 ലിറ്ററിന് മുകളിൽ യൂസ് ചെയ്യണം. E85 പെട്രോൾ ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണം. അതായത് 2 ലിറ്റർ എത്തനോൾ യൂസ് ചെയ്യണം, 85 അല്ലെങ്കിൽ E100. അതുപോലെ തന്നെ മൈലേജും ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആവുന്നുണ്ട്. പവർ ഡ്രോപ്പ്, മൈലേജ് ഡ്രോപ്പ്, പിന്നെ കൊറോഷൻ. നിലവിൽ E20 പെട്രോളാണ് മൊത്തത്തിൽ ഇന്ത്യ മൊത്തം. E85ഉം E100ഉം വരുന്നത് ഫ്ലെക്സ് ഫ്യൂൽ വെഹിക്കിൾസിന് മാത്രമാണ്. അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചേമ്പർ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സേഫർ ആയിരിക്കും. ഫ്ലെക്സ് ഫ്യൂൽ വണ്ടികൾക്ക് റേറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ പൊല്യൂഷൻ കുറവാണ്. ഇത് നോർമലി നമുക്ക് വർക്കൗട്ട് ആവുന്നത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഡൽഹി പോലുള്ള സിറ്റികളിലായിരിക്കും. ഇത്രയും പ്രശ്നങ്ങളാണ് ഈ 85 കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് വരുന്നത്.